അന്ന് ഞാൻ പറഞ്ഞ കാര്യം, അതായത് സിറിയയിലേക്കും അവിടെ കിടക്കുന്ന അവരിലേക്കൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ പോകും. ഇതേപോലെ തന്നെ ഈ വക സന്യാസിമാര് അങ്ങ് ഹിമാലയത്തിലും മറ്റ് ഐസ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിലും ഇരുന്ന് വളരെ ത്യാഗം അനുഭവിച്ചുകൊണ്ട് ആചരിക്കുന്ന ഉപാസനകളുടെ പോസിറ്റീവ് വൈബ്രേഷൻ നമ്മൾ ഈ കിടക്കുന്ന കേരളത്തിലും എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ അവരെ ക്ഷണിച്ചതും, അല്ലെങ്കിൽ അവർ ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ, അതായത് വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടും അത് പിന്നെ നിർത്തലാക്കിയത് വീണ്ടും തുടങ്ങാൻ വേണ്ടി അവർക്കൊരു പ്രേരണ കൊടുത്തത് ഈശ്വരൻ്റെ ഒരു മഹത്തായ ഉദ്ദേശം തന്നെയാണ്. ആ ഉദ്ദേശം ഇവിടെ നടക്കും. എല്ലാം ഈശ്വരൻ ചെയ്യിപ്പിക്കുന്നതല്ല. ഇത്രയും മനുഷ്യന്മാർ, നമ്മൾ ഓരോരുത്തരും മനുഷ്യരാണ്. ഓരോ മനുഷ്യരിലും ഈശ്വരൻ്റെ ചൈതന്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോരുത്തരും മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ അയ്യോ അത് ഈശ്വരൻ കൊണ്ടുപോയി, അങ്ങനെ കൊണ്ടുപോയി, ഇങ്ങനെ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത്. സ്വർഗത്തിൽ പോയി, നരകത്തിൽ പോയി, അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ ശരിക്കും അതിൻ്റെ ശരിയായ രീതിയിലുള്ള ആത്മീയ ഭൗതികമായ അർത്ഥം മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു സന്യാസി വേറൊരു സന്യാസിയെ കൊന്നിട്ടുണ്ടെങ്കിൽ കൊലപാതകം, ആ സന്യാസി ഈശ്വരൻ കൊണ്ടുപോയതാണ് എന്നും പറഞ്ഞ് അങ്ങനെ വിടുന്ന ഒരു ചരിത്രമല്ല നമ്മുടെ. നല്ല ഏതൊരു സിസ്റ്റം ഒരാൾക്കും, ഒരു സന്യാസിക്കോ ഒരു സാധാരണക്കാരനോ വേറൊരാളുടെ ജീവൻ എടുക്കാനോ ഇതാക്കാനോ ഉള്ള അവകാശം ശരിക്കില്ല. എങ്കിലും അതൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരാളിനെ ഉപദ്രവിക്കാനുള്ള ഒരു അവകാശമില്ല, പക്ഷെ അതൊക്കെ നടക്കുന്നുണ്ട്. ഇതിവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അതിൽ നിന്നും വലിയൊരു മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സന്യാസി ധർമ്മങ്ങൾ, അതിലൂടെയുള്ള ചെറിയ ചെറിയ ആചരണങ്ങൾ, അതിലൂടെയുള്ള ഉപദേശങ്ങൾ. ഇപ്പം ആദിയോഗി എന്ന് പറഞ്ഞിട്ട് ഇവിടെ സദ്ഗുരു എന്ന് പറഞ്ഞ ആ ഒരു സന്യാസി വരെ അദ്ദേഹം കുറേ ഉപദേശങ്ങൾ കൊടുത്തു. കുറേ പേര് മാറ്റത്തിലേക്ക് വരുന്നു. അമൃതാനന്ദമായി മഠത്തിൽ അമ്മ നിരവധി ഉപദേശങ്ങൾ കൊടുത്തു. ഒരുപാട് പേരിൽ മാറ്റങ്ങൾ വരുന്നു.